ആമയിഴഞ്ചാൻതോട്ടിൽ ശുചീകരണത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ഇന്ന് ധനസഹായം പ്രഖ്യാപിച്ചേക്കും. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി വീണ്ടും എത്തുകയാണ്. ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു ആവശ്യം എല്ലാ കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. സർക്കാർ മന്ത്രിസഭ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു തീരുമാനമെടുത്തേക്കുമോ? ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്ന സമയം മുതൽ തന്നെ നഗരസഭയും റെയിൽവേയും തമ്മിൽ വാക്പോരുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഈ റെയിൽവേ സ്റ്റേഷനകത്തെ ആമിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് ഇതിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് റെയിൽവേയും അതുപോലെ തന്നെ നഗരസഭയും പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ജോയിയുടെ മരണത്തിന് ശേഷവും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ധനസഹായം ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ധനസഹായം പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് അറിയുവാൻ സാധിക്കും. 11 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ അത് സംബന്ധിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തലസ്ഥാനത്ത് ശക്തമാവുകയാണ്. റെയിൽവേ അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതുപോലെ തന്നെ റെയിൽവേ ഇതിന് കൃത്യമായ പാരിതോഷികം ജോയിയുടെ കുടുംബത്തിന് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ന് 10 മണിക്ക് മാർച്ച് നടത്തുകയാണ്. അതേസമയം തന്നെ ജോയിക്ക് ഇത്തരത്തിലൊരു മരണം സംഭവിക്കാൻ കാരണം, ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണം അത് നഗരസഭയുടെ അനാസ്ഥ കൊണ്ടാണ്. നഗരസഭ കൃത്യമായിട്ട് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 10 മണിക്ക് നഗരസഭയിലേക്കും മാർച്ച് നടക്കുകയാണ്. ഈ ഒരേ വിഷയത്തിൽ തന്നെ നഗരസഭയിലേക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തുന്നു. ഈ ഒരു അപകടത്തിന് ശേഷവും പരസ്പരം പഴിചാരുകയാണ് സർക്കാരും റെയിൽവേയും. ഇന്നലെ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ജോയിക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ അപകടവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ അപകടം നടക്കുന്നത് റെയിൽവേയുടെ പരിധിയിലുള്ള ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗത്താണെങ്കിലും ഈ മാലിന്യം റെയിൽവേയുടെ അല്ല എന്ന് ഇന്നലെ തന്നെ റെയിൽവേ ഡിവിഷണൽ മാനേജർ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പുറത്ത് തോട്ടിൽ നിന്നും ഒഴുകി വന്ന മാലിന്യമാണ്. അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ് എന്ന രീതിക്കുള്ള മറുപടിയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് റെയിൽവേക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ റെയിൽവേയുടെയും നഗരസഭയുടെയും ഭാഗത്തുനിന്ന് ഉയരുകയാണ്. അതേസമയം തന്നെ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇന്ന് മാർച്ചും നടക്കുകയാണ്. ശരി സൂര്യ.